അപ്പോൾ എന്തുകൊണ്ടാണ് മിക്ക ആളുകൾക്കും ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്ലോപ്പിംഗ് ഹിയറിംഗ് ലോസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ലോ ഫ്രീക്വൻസി ബെറ്റർ ആയിട്ട് വരുന്ന ആളുകൾ, അപ്പോൾ അവർക്കായിരിക്കും കൂടുതലും ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ ഭയങ്കര ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട്, നാച്ചുറൽ സൗണ്ടേ അല്ല, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ലോ ഫ്രീക്വൻസി ബെറ്റർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ ഒരു ഇയർ മോൾഡ് വെച്ചോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സ്ലീവ് വെച്ചോ ഡോം വെച്ചോ കംപ്ലീറ്റ് ആയിട്ട് ഹിയറിംഗ് അടയ്ക്കാറില്ല. കാരണം അവർക്ക് എല്ലാ ഫ്രീക്വൻസീസ് ആംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ലോ ഫ്രീക്വൻസീസ് ബെറ്റർ ആയതുകൊണ്ട് അവിടെ വീണ്ടും ആംപ്ലിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ശരി ഒരുപാട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ബൂമിംഗ് ആയിട്ട് അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് എക്കോയിങ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൻസ് ഇടും, വെന്റിലേഷൻ ഇടും, കുറച്ച് ഗ്യാപ്സ് ഇടും, കുറച്ച് തുളകളിടും, ശബ്ദങ്ങൾ ആ ഒരു വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി ബെറ്റർ ആയിട്ടുള്ള ഫ്രീക്വൻസീസിലുള്ള ആ ഒരു ലോ ഫ്രീക്വൻസീസ് എല്ലാം ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്യാണ്ട് തന്നെ നോർമലായിട്ട് ചെവിയുടെ ഉള്ളിലോട്ടും കയറിപ്പോകും. ഓക്കെ, അപ്പോൾ അവിടെ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നോർമലായിട്ടുള്ള ഫ്രീക്വൻസീസ് എല്ലാം ആ ഒരു വെന്റിലേഷൻ വഴി, ആ ഒരു ഗ്യാപ്പ് വഴി നമ്മുടെ ഇയർ കനാലിലോട്ട് എത്തും. അതുപോലെ അതിൽ ചില ശബ്ദങ്ങൾ ഹിയറിംഗ് എയ്ഡ് പിക്ക് ചെയ്ത് ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ആംപ്ലിഫൈ ചെയ്ത് ഒരു ഡിലേ കഴിഞ്ഞ് അതേ സെയിം സാധനം വീണ്ടും ആ ഒരു ഇയർ കനാലിലെത്തും. അതായത് നോർമലായിട്ടുള്ള ശബ്ദങ്ങൾ ആ ഒരു ഗ്യാപ്പ്, ഹിയറിംഗിൻ്റെ ഗ്യാപ്പ് വഴി, വെന്റിലേഷൻ വഴി നമ്മുടെ ഇയർ കനാലിലെത്താണ്. അതുപോലെ അതിനകത്ത് ചില ശബ്ദങ്ങൾ ഹിയറിംഗ് എയ്ഡ് പിക്ക് ചെയ്ത്, മൈക്രോഫോൺ പിക്ക് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് അത് വീണ്ടും ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഡിലേ കഴിഞ്ഞ് വീണ്ടും ഇയർ കനാലിലെത്തും. അപ്പോൾ ഇത് നേരത്തെ എത്തി, ഇത് കുറച്ച് ഡിലേ കഴിഞ്ഞെത്തി. അപ്പോൾ ഈ ഒരു ടൈം ഡിലേ കാരണം, ഹിയറിംഗിൻ്റെ സൗണ്ട് പ്രോസസ്സിങ്ങിനുള്ള ആ ഒരു ടൈം ഡിലേ കാരണം വരുന്ന ഒരു എഫക്റ്റാണ് കോംബ് ഫിൽറ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. കോംബ് ഫിൽറ്റർ എഫക്റ്റ്. സോ ഈ ഒരു പ്രക്രിയ, ഈ ഒരു സംഭവം കാരണമാണ് ഹിയറിംഗ് എയ്ഡ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ലെവലോ ഒരു 50% താഴെയൊക്കെ കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, നാച്ചുറലേ അല്ല ശബ്ദങ്ങൾ എന്ന് ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ അവർ പറയുന്നത്. ഓക്കെ, സോ ഇതിനെ എങ്ങനെ മറികടക്കാം? ആ ഒരു സൗണ്ട് പ്രോസസ്സിങ്ങിനുള്ള ഡിലേ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് നോർമലി നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് എത്തുന്ന ശബ്ദവും ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്ത് സൗണ്ട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ശബ്ദങ്ങളും ഒരേ ടൈമിൽ നമ്മുടെ ഇയർ കനാലിൽ എത്തുകയാണെങ്കിൽ ഈ ഒരു കോംബ് ഫിൽറ്റർ എഫക്റ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ വൈഡക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ പ്യുവർ സൗണ്ട് ടെക്നോളജി അല്ലെങ്കിൽ സീറോ ഡിലേ ടെക്നോളജി ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നോർമലി ബാക്കി എല്ലാ മാനുഫാക്ചേഴ്സിനും ഈ ഒരു സൗണ്ട് പ്രോസസ്സിങ്, നമ്മൾ വരുന്ന സൗണ്ടിനെ പിക്ക് ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്ത് പ്രോസസ്സിംഗ് ഒക്കെ എടുക്കാൻ, കംപ്രസ് ഒക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിംഗ് ടൈം നോർമലി 8 to 9 മില്ലി സെക്കൻഡ്സ് ആണ് ടൈം എടുക്കുന്നത്. ഓക്കെ, പക്ഷേ വൈഡക്സിൻ്റെ ഈ ഒരു പ്യുവർ സൗണ്ട് ടെക്നോളജി വരുമ്പോൾ അത് 0.5 മില്ലി സെക്കൻഡ് ആണ്. 0.5, 1 മില്ലി സെക്കൻഡ് പോലും അല്ല, അതിനും താഴെ 0.5 മില്ലി സെക്കൻഡ് ആണ്. സോ സീറോ ഡിലേ എന്ന് പറയുന്നെങ്കിലും ചെറിയൊരു ഡിലേ അവിടെ ഉണ്ട്, 0.5 മില്ലി സെക്കൻഡ്. സോ വളരെ പെട്ടെന്നായിരിക്കും നാച്ചുറലി നമ്മുടെ ഇയർ കനാലിൽ എത്തുന്ന ശബ്ദവും ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന ശബ്ദവും ഓൾമോസ്റ്റ് സെയിം ടൈമിലായിരിക്കും എത്തുന്നത്. സോ ആ ഒരു കോംബ് ഫിൽറ്റർ എഫക്റ്റ് കാണില്ല, ശബ്ദങ്ങൾ ശകലം കൊണ്ട് പ്യുവർ ആയിട്ട്, നാച്ചുറൽ ആയിട്ട്, ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാണ്ട് തന്നെ ആൾക്കാർക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. സോ അതാണ് വൈഡക്സിൻ്റെ പ്യുവർ സൗണ്ട് ടെക്നോളജി. മനസ്സിൽ വെച്ചിരിക്കുക, ഈ ഒരു ടെക്നോളജി, ഈ ഒരു പ്യുവർ സൗണ്ട് ടെക്നോളജി എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെയൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാരിറ്റിയോ അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റിയാണ്. ശബ്ദം മോർ നാച്ചുറൽ ആയിട്ട് കേൾക്കാൻ പറ്റും, ഹിയറിങ്ങിന് തരാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും ഈ പറഞ്ഞ ഒരുപാട് ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരുപാട് നോയ്സ് ക്യാൻസലേഷൻ അത് സംഭവിക്കും എന്നുള്ളതല്ല. ശബ്ദങ്ങളെ മോർ നാച്ചുറലായിട്ട്, മോർ പ്യുവർ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നതാണ്. സോ അതാണ് വൈഡക്സിൻ്റെ പ്യുവർ സൗണ്ട് ഫീച്ചർ അല്ലെങ്കിൽ പ്യുവർ സൗണ്ട് ടെക്നോളജി അല്ലെങ്കിൽ സീറോ ഡിലേ ടെക്നോളജി. യെസ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യാം. യെസ്.